അടുത്തിടെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പരസ്യമായി പറഞ്ഞ ചില വാക്കുകൾ വലിയ ചർച്ചകൾക്കിടയാക്കിയിരുന്നു. പേര് വെളിപ്പെടുത്താതെ ഒരു നടനെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തീകൊളുത്തിയിട്ടുണ്ട് എന്നായിരുന്നു ലിസ്റ്റിന്റെ വിമർശനം. ഇനിയും ആവർത്തിച്ചാൽ വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ദിലീപ് ചിത്രത്തിന്റെ ഭാഗമായുള്ള പരിപാടിക്കിടെയാണ് ലിസ്റ്റിൻ വലിയ ചർച്ചകൾക്കിടയാക്കിയ കാര്യം പറഞ്ഞത്. ലിസ്റ്റിൻ പരോക്ഷമായി കുറ്റപ്പെടുത്തിയത് നിവിൻ പോളിയെയാണെന്ന് പ്രചാരണമുണ്ടായി. ഇരുവരെയും ബന്ധിപ്പിക്കുന്ന സിനിമാ ചർച്ചകൾക്കും ചൂടുപിടിച്ചു. പിന്നീട് നിവിൻ പോളി നടത്തിയ ഒരു പ്രസംഗം ലിസ്റ്റിനുള്ള മറുപടിയായും വിലയിരുത്തപ്പെട്ടു. എന്നാൽ ലിസ്റ്റിൻ പറഞ്ഞത് തന്നെക്കുറിച്ചാണെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മലയാള സിനിമയിൽ വന്നിട്ട് 10-15 വർഷമായി. കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മലയാള സിനിമയിലെ പ്രമുഖ നടൻ ഇന്ന് വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ട്. ഒരു വലിയ മാലപ്പടക്കത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. അത് വേണ്ടായിരുന്നു. ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ്. ഇനി അത് ആവർത്തിക്കരുത്. അങ്ങനെ ചെയ്താൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. താനിത് പറയുമ്പോൾ ആ നടൻ കാണും എന്നായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയുടെ പരിപാടിയിൽ ലിസ്റ്റിന്റെ വാക്കുകൾ. പേര് വെളിപ്പെടുത്താതെ ഇങ്ങനെ പറയുന്നത് പല സംശയങ്ങൾക്കും ഇടയാക്കുമെന്നും ലിസ്റ്റിനെതിരെ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ ലിസ്റ്റിൻ പറഞ്ഞത് തന്നെക്കുറിച്ചാണെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു. ലിസ്റ്റിൻ വേദിയിലിരിക്കെയാണ് ധ്യാൻ ഇക്കാര്യം പറഞ്ഞത്. ആ പ്രമുഖ നടൻ ഞാനാണ്. ലിസ്റ്റിൻ എന്ന നിർമ്മാതാവിന്റെ മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇതെല്ലാം. സിനിമയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിർമ്മാതാവ് ഒരു മാലപ്പടക്കത്തിന് തിരികൊളുത്തിയതാണെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു. അതേസമയം ലിസ്റ്റിൻ നിർമ്മിക്കുന്ന ബേബി ഗേൾ എന്ന ചിത്രത്തിൽ നായകൻ നിവിൻ പോളിയാണ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വൈക്കത്ത് പുരോഗമിക്കുകയാണ്. നിവിൻ പോളി ചിത്രത്തിൽ ജോയിൻ ചെയ്തതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ലിസ്റ്റിൻ പങ്കുവച്ചിരുന്നു. നേരത്തെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്തായിരുന്നു. ലിസ്റ്റിന്റെ ആദ്യ നിർമ്മാണം ട്രാഫിക് ആണ്. ആ സിനിമയുടെ തിരക്കഥാകൃത്തുക്കളാണ് ബേബി ഗേളിനും തിരക്കഥ ഒരുക്കുന്നത്.